ചരിത്രത്തിലില്ലാത്ത ധനപ്രതിസന്ധിയാണ് സംസ്ഥാനമെന്ന് പ്രതിപക്ഷം. നികുതി വരുമാനം കൂട്ടാൻ ഒരു പദ്ധതിയുമില്ല എന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ വി.ഡി. സതീശൻ. പ്രതിസന്ധി നേരിടുമ്പോഴും ഒരു കാര്യത്തിനും മുടക്കം വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ. ഒരു പദ്ധതിയും നിന്നുപോയിട്ടില്ലെന്നും നികുതി വരുമാനം കൂടിയെന്നും ധനമന്ത്രി. പ്രതിപക്ഷ പിന്തുണയോടെ സമഗ്ര വോട്ടർ പട്ടിക സുതാര്യമാക്കണമെന്ന പ്രമേയം പാസാക്കി നിയമസഭ. തിടുക്കപ്പെട്ടുള്ള പരിഷ്കരണം ദുരുദ്ദേശത്തോടെയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയ നിഴലിലെന്നും മുഖ്യമന്ത്രി. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ എഫ്ഐആറിൽ ഗുരുതര ആരോപണം. പരിപാടി 4 മണിക്കൂർ മനഃപൂർവ്വം വൈകിപ്പിച്ചെന്ന് എഫ്ഐആർ. ഹേമമാലിനിയുടെ നേതൃത്വത്തിൽ കരൂരിലേക്ക് 8-അംഗ സംഘത്തെ നിയോഗിച്ച് ജെ.പി. നദ്ദ. പരിക്കേറ്റവരെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ശബരിമല സ്വർണ്ണപ്പാളി കേസ് വിരമിച്ച ജഡ്ജി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. സ്വർണ്ണാഭരണ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം. സ്ട്രോങ് റൂമിലെ കണക്കെടുക്കണം. അന്വേഷണത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി. സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കാൻ അനുമതി. ഒക്ടോബർ 17 പുനഃസ്ഥാപിക്കും. ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് മന്ത്രി വി.എൻ. വാസവൻ. MSC എൽസ കപ്പലപകടം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും ദുരിതാശ്വാസമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ. കപ്പൽ അധികൃതരിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടിയില്ല. ജീവിതം വഴിമുട്ടി മത്സ്യത്തൊഴിലാളികൾ. ടോപ് 10 സ്പെഷ്യൽ.